ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. സോ ഇന്ന് നമ്മൾ നോക്കുന്നത് ബ്ലാക്ക് ക്ലോവർ എന്ന ജാപ്പനീസ് അനിമി TV സീരീസിന്റെ സീസൺ 2 11ാമത്തെ എപ്പിസോഡാണ്. എപ്പിസോഡിലോട് പോകുന്നതിന് മുമ്പ് ഇതുവരെയുള്ള എപ്പിസോഡ് എങ്ങനെ ഉണ്ടായിരുന്നു എന്ന് തീർച്ചയായിട്ടും താഴെ ഒന്ന് കമന്റ് ചെയ്യാം. അപ്പോട്ട് സമയങ്ങളാതെ നേരെ എപ്പിസോഡിലോട്ട് പോകാം. ഇംപെർഫെക്റ്റ്. അവൻ ആ സോഡ് ഉപയോഗിക്കാൻ കഴിയുന്നത് കൊണ്ട് അവരുടെ പിൻഗാമി ആയിരിക്കുമെന്ന് ഞാൻ വിചാരിച്ചു. പക്ഷേ നീ ശരിക്കും ആരാണെന്ന് നമുക്ക് അവർക്ക് കാണിച്ചു കൊടുക്കാം. അപ്പോഴാണ് ആസ്തയ്ക്ക് ചുറ്റും എന്തൊക്കെയോ സംഭവിക്കുന്നത്. പെട്ടെന്ന് തന്നെ അവനൊരു ഇലൂഷനിലോട്ട് പോകുന്നു. ഏതാ ഈ സ്ഥലം? ഇല്ല, വെയിറ്റ്, ഇതിനർത്ഥം ഞാൻ ചെയ്തത് നോ നോ വേ. ഞാനിപ്പോഴും സിസ്റ്ററെ വിവാഹം കഴിച്ചിട്ടില്ല. മാത്രമല്ല, ഓ ഡാം ഇറ്റ്, എന്താ ഇവിടെ നടക്കുന്നേ? ഇത് കണ്ട് ആസ്ത പേടിച്ച് നിലവിളിക്കുന്നു. ഇത്രയും കാലം ഞാൻ നിന്റെ വളരെ അടുത്ത ഒരാളായിരുന്നു. ഇല്ല, എനിക്ക് നിങ്ങളെ പോലെ ആരെയും പരിചയമില്ല. ശരി, എന്തായാലും ഇതെനിക്കൊരു ഫിസിക്കൽ ബോഡി കിട്ടാനുള്ള അവസരമാണ്. എനിക്കത് തന്നേക്കാം. നിന്നെ വിജയത്തിലെത്തിക്കാൻ എന്നെ കൊണ്ട് സാധിക്കും. അതിന് എനിക്ക് നിന്റെ ബോഡി വേണം. മിണ്ടാണ്ടിരിക്കുക. എന്റെ സ്ട്രെങ്ത് കൊണ്ട് എനിക്ക് വിജയിക്കാൻ സാധിക്കും. നിന്നെ പോലെ ഒരു ചെറിയ കുള്ളന് ഒരിക്കലും വിജയിക്കാൻ സാധിക്കില്ല. കുള്ളന്മാരെ ഒരിക്കലും ചെറുതായി കാണരുത് നീ. എന്തായാലും മുകളിലേക്ക് എല്ലായിടത്തു നിന്നും എന്നെ നോക്കി നിന്നതിന് ഒരുപാട് നന്ദി. അതുകൊണ്ടാ മുകളിലോട്ട് ഓടുമ്പോൾ എനിക്ക് മുകളിലോട്ട് നോക്കാൻ സാധിക്കുന്നത്. നിനക്ക് കയറാൻ സാധിക്കാത്ത ഒരുപാട് സ്ഥലങ്ങളുമുണ്ട്. Come on, just give up. ഈ ലോകത്ത് നിന്നെ കൊണ്ടൊന്നും ചെയ്യാൻ സാധിക്കില്ല. എല്ലാം മറന്നേക്ക്. നീ ജനിക്കുമ്പോ തന്നെ ഒരു തോൽവിയായിട്ടാ ജനിച്ചിരിക്കുന്നത്. ഗിവ് അപ്പ്. ഞാൻ തോറ്റു കൊടുക്കാൻ ശ്രമിച്ച അവസാനത്തെ സമയമായിരുന്നു അത്. ഇല്ല, ഞാൻ ഒരിക്കലും തോറ്റു തരില്ല. അതാണ് എന്റെ മാജിക്. എന്ത്? അവനെങ്ങനെയാ ഇത്ര പെട്ടെന്ന് എഴുന്നേറ്റ്? ക്ലോവറിന്റെ 3 ഇലകൾ വിശ്വാസം, പ്രതീക്ഷ, സ്നേഹം, ഈ 3 റെപ്രസെന്റ് ചെയ്യുന്നത്. എന്നാൽ അതിലെ 4ാമത്തെ ഇല ഭാഗ്യത്തെയാണ് റെപ്രസെന്റ് ചെയ്യുന്നത്. പക്ഷേ 5ാമത്തെ ഇലയ്ക്കുള്ളിലാണ് ആ ഡീമൺ താമസിക്കുന്നത്. ആസ്ത, എന്താ ഇത്? മാജിക് ആണോ? എന്താ ഇവിടെ നടക്കുന്നേ? അതൊരു ട്രാൻസ്ഫോർമേഷൻ ആണോ? നീ എന്തൊക്കെയാ ഈ ചെയ്യുന്നേ എന്ന് പറഞ്ഞ് ലാഡ്രോസ് അവനെ അറ്റാക്ക് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുന്നു. എന്നാൽ വളരെ സിമ്പിൾ ആയിട്ട് ആസ്ത അത് തടയുന്നു. വീണ്ടും ലാഡ്രോസ് അവനെ അറ്റാക്ക് ചെയ്യാൻ വേണ്ടി പോകുന്നു. പിന്നീട് നമ്മൾ കാണുന്നത് ആ കാട്ടിൽ കടന്ന് 2 പേരും പരസ്പരം അടി കൂടുന്നതാണ്. മുൻപത്തേതിനേക്കാൾ നിന്റെ വേഗത കുറച്ചധികം കൂടിയിട്ടുണ്ട്. പക്ഷേ ഇത് എത്ര നേരം ഇതുപോലെ കൊണ്ടുപോകാൻ നിന്നെ കൊണ്ട് സാധിക്കും എന്ന് പറഞ്ഞ് ലാഡ്രോസ് അവനെ അറ്റാക്ക് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുകയാണ്. അതിൽ നിന്നെല്ലാം ഒഴിഞ്ഞു മാറി ആസ്ത തന്റെ സോഡ് എടുത്ത് അവന് നേരെ എറിയുന്നു. ഇതുപയോഗിച്ച് വീണ്ടും എന്നെ താഴെ ഇടാമെന്ന് നീ വിചാരിച്ചോ എന്ന് പറഞ്ഞ് അതിൽ നിന്ന് ഒഴിഞ്ഞു മാറുവാണ് ലാൻഡ്രോസ്. എന്ന പുറകിലൂടെ വന്ന ആസ്ത ആ സോഡ് എടുത്ത് അവനെ ഒറ്റ വെട്ട അങ്ങ് വെട്ടുന്നു. ഓ ഡാം ഇറ്റ്, ഇതൊരു ചെറിയ മാറ്റമല്ല. ഈ ശക്തിയൊക്കെ എവിടുന്നാ വരുന്നേ എന്ന് പറഞ്ഞ് അവൻ ആസ്തയെ അറ്റാക്ക് ചെയ്യുന്നു. അതിൽ നിന്നെല്ലാം ഒഴിഞ്ഞു മാറി ആസ്തയെ പെട്ടെന്നാണ് അവൻ പിടിക്കുന്നത്. ഇനി നിനക്കിപ്പോ രക്ഷപ്പെടാൻ സാധിക്കില്ല. പെട്ടെന്നാണ് ആസ്ത അവന്റെ കൈ പിടിച്ച് അവനെ നിലത്തോട്ട് ഒറ്റ ഇറങ്ങി എറിയുന്നത്. അതിൽ നിന്ന് ഒഴിഞ്ഞു മാറിയ ലാൻഡ്രോസ് അവനെ അറ്റാക്ക് ചെയ്യാൻ ശ്രമിച്ചുകൊണ്ടേയിരിക്കുന്നു. വീണ്ടും ആസ്ത ഒരു ഇല്യൂഷനിലോട്ട് പോകുന്നു. എന്താ ഇവിടെ നടക്കുന്നേ? ഫ്രീസായി കിടക്കുന്ന ഒരു തടാകത്തിൽ ഞാൻ കുടുങ്ങിപ്പോയതാണോ? എന്റെ മൈൻഡ് ഇപ്പോ വളരെയധികം ക്ലിയർ ആണ്. എന്റെ പവേഴ്സ് എല്ലാം കവിഞ്ഞൊഴുകിക്കൊണ്ടിരിക്കുക എന്ന് പറഞ്ഞ അവൻ ഒറ്റ വെട്ട അങ്ങ് വെട്ടുന്നു. അവന്റെ ബോധം പോവെന്ന് ഞാൻ വിചാരിച്ചു. പക്ഷെ അത് കൺട്രോൾ ചെയ്യാൻ അവനെ കൊണ്ട് സാധിക്കുന്നുണ്ട്. ആന്റി മാജിക് എനർജി ആ ഡീമൺ സ്ലെയർ സോഡിലൂടെ ഒഴുകിക്കൊണ്ടേയിരിക്കുകയാണ്. അത് വിൽഡറുടെ മാജിക് അബ്സോർബ് ചെയ്യുന്നു. ഇങ്ങനെയൊരു സിറ്റുവേഷനില് അത് ആരെ കൊണ്ട് ഉപയോഗിക്കാൻ സാധിക്കില്ല. എന്നാ നീ ഒരു മാജിക് ക്ലീസ് ആയതുകൊണ്ട് അത് നിന്നിലൂടെ ഒഴുകുന്നു. നീ അറിയാതെ പലപ്പോഴും ആ ശക്തി പുറത്തുവിടുകയും അടക്കി വെക്കുകയും ചെയ്തു. എന്റെ ബ്ലഡ് മാജിക് ഞാൻ നിന്നിൽ ഉപയോഗിച്ച സമയത്ത് ആ ശക്തിയുടെ ഫ്ലോ എല്ലാം ഞാൻ വർദ്ധിപ്പിച്ചു. അതിന്റെ ലിമിറ്റ്സ് എല്ലാം ഞാൻ ബ്രേക്ക് ചെയ്തു. ഇനി ആ ആന്റി മാജിക് ഒരു പ്രവാഹമായിട്ട് മാറും. പതിയെ നീ അതിന്റെ ഒരു ഭാഗമായി മാറും. സോ ആസ്തയുടെ പവറിന് മുമ്പിൽ പിടിച്ചു നിൽക്കാൻ ലാൻഡ്രോസിനെ കൊണ്ട് സാധിക്കുന്നില്ല. എത്രയൊക്കെ ഒഴിഞ്ഞു മാറാൻ ശ്രമിച്ചിട്ടും ആസ്ത ഒരിക്കലും വിട്ടുകൊടുക്കുന്നില്ല. അങ്ങനെ 2 പേരും അവിടെ ഫൈറ്റ് ചെയ്ത് ആ കാട് തന്നെ ഒരു അഗ്നിപർവ്വതമാക്കി മാറ്റുന്നു. പെട്ടെന്നാണ് ലാൻഡ്രോസ് ആസ്തയെടുത്ത് ഒറ്റ ഇറങ്ങി എറിയുന്നത്. എന്നാൽ ആസ്തയ്ക്ക് ഒരു പോറിൽ പോലും സംഭവിക്കുന്നില്ല. ആരാ നീ? നീ അവരുടെ ഫാമിലിയിലെ ഒരാളായിരിക്കുമെന്ന് ഞാൻ വിചാരിച്ചു. പക്ഷെ എനിക്ക് തെറ്റുപറ്റി. പെട്ടെന്നുണ്ടായ ഒരു മ്യൂട്ടേഷൻ മാജിക്കിനെ നിന്നിൽ നിന്നും തടഞ്ഞു. അതുകൊണ്ടാണ് ആ സോഡ് എടുക്കാൻ നിന്നെ കൊണ്ട് സാധിച്ചത്. നീ ശരിക്കും ഒരു സ്പെഷ്യൽ ആയിട്ടുള്ള ആളൊന്നുമല്ല. പക്ഷേ അതാണ് നിന്നെ സ്പെഷ്യൽ ആക്കുന്നത്. മര്യാദയ്ക്ക് എന്റെ കൺമുമ്പിൽ നിന്നും മാറി നിൽക്ക എന്ന് പറഞ്ഞ് ലാൻഡ്രോസ് അവനെ അറ്റാക്ക് ചെയ്യുന്നു.
നിന്റെ മുൻപിൽ ഒരു മാജിക്കിനെ കൊണ്ടും പിടിച്ചു നിൽക്കാൻ സാധിക്കില്ല. സോ അവനെ തീർത്ത് കളഞ്ഞേക്ക്. ഹേയ്, എന്താ ഇവിടെ നടക്കുന്നേ? എന്റെ മാജിക് ഇതിനോടൊക്കെ 2 പ്രാവശ്യം അവനെ കൊന്നിരിക്കേണ്ടതാ. എന്നിട്ടും ഇവൻ എങ്ങനെയാ എന്റെ പുറകെ വരുന്നേ? നിന്റെ മാജിക് കൊണ്ട് ഒരു പ്രയോജനവും ഇല്ല. ആന്റി മാജിക് എന്ന ആ സമുദ്രത്തിൽ നിന്റെ ഈ അഗ്നിപർവ്വതം വെറും ഒരു മണൽത്തരി മാത്രമാണ്. അപ്പോഴാണ് അവിടെ നടക്കുന്ന കാര്യങ്ങൾ മറ്റുള്ളവർ കാണുന്നത്. എന്താ അത്? ഓ നോ 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 നോ! ഇല്ല, എങ്ങനെ? എല്ലാവരെയും ചവിട്ടി താത്തിയാണ് ഞാൻ ഇത്രയും ദൂരെ എത്തിയത്. നീ നിന്റെ ഫ്രണ്ട്സിനെ ഒരു ചവിട്ടുപടിയാക്കി മാറ്റിയിരിക്കാം. പക്ഷേ ഞാൻ ചവിട്ടിക്കേറിയ പടിയിലെല്ലാം എന്റെ കൂടെ എന്റെ ഫ്രണ്ട്സും ഉണ്ടായിരുന്നു. അതാണ് എന്നെ ഇത്ര അധികം ശക്തനാക്കിയത് എന്ന് പറഞ്ഞ ആ സ്ഥാപനം ഒറ്റ വേട്ട അങ്ങ് വെട്ടുന്നു. സോ താഴ്വീണ ലാൻഡ്രോസിന്റെ മാജിക് സ്റ്റോൺ എല്ലാം പൊട്ടിപ്പോകുന്നു. ഇല്ല, എന്തെവിടെ സംഭവിക്കുന്നേ? ഇതിനർത്ഥം ഞാൻ എന്റെ ലിമിറ്റ്സ് എല്ലാം പുഷ് ചെയ്തെന്നാണോ? ഗുഡ് ബൈ ലാൻഡ്രോസ്. ആസ്ത, ഇവൻ എങ്ങനെയാ ഇത്ര അധികം സ്ട്രോങ് ആയി മാറി? അവന്റെ ഫൈറ്റ് കണ്ടപ്പോ എനിക്കത് ആസ്തയാണെന്ന് തോന്നിയില്ല. പിന്നെ അവനെ ഇപ്പൊ കാണാൻ വളരെ ഡിഫറെന്റ് ആണ്. എന്നെ കൊന്നേക്ക്, ഞാൻ തയ്യാറാണ് എന്ന് ലാൻഡ്രോസ് അവനോട് പറയുന്നു. ഇത് കേട്ട് ആസ്ത അവനെ തന്നെ നോക്കുന്നു. ഒരു നരകം എന്താണെന്ന് ഞാൻ നിനക്ക് കാണിച്ചു തരും. നീ ഇപ്പൊ വേദനിപ്പിച്ച എല്ലാവരെയും ഞാൻ രക്ഷിക്കാൻ പോവാ. പെട്ടെന്ന് തന്നെ നിന്റെ പരിക്കുകളെല്ലാം ഹീൽ ചെയ്തിട്ട് വേണം നീ എന്നെ സഹായിക്കാൻ. അപ്പൊ നിനക്ക് അവരോട് സോറി ചോദിക്കാം. നീ ഇപ്പൊ ഒരുപാട് രക്തവും ചുളിവുകളും ഉള്ള ഒരുത്തനായിരിക്കാം. പക്ഷെ അത്ര പെട്ടെന്ന് നിന്നെ കൊല്ലാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. ഹേയ്, എന്താ നീ ഈ കാണിക്കുന്നേ? എനിക്കിതിൽ നിന്നും ഇനി മുന്നോട്ട് പോവാൻ സാധിക്കില്ല. പക്ഷെ ഇപ്പൊ ഞാൻ ഒരുപാട് ബെറ്റർ ആയിട്ട് എനിക്ക് തോന്നുന്നു. നീ ശരിക്കും ഒരു ടഫ് ആയിട്ടുള്ള ഒരുത്തനാ എന്ന് വിളിച്ച് പറയുവാണ് ലാൻഡ്രോസ്. ഇതാണോ നിന്റെ ശരിക്കുള്ള ക്യാരക്ടർ? മേ ബി മാജിക് സ്റ്റോൺ പൊട്ടിയത് കൊണ്ട് എന്റെ തലയ്ക്ക് കുറച്ച് ഭാരം കൂടിയതുപോലെ എനിക്ക് തോന്നുന്നു. ഹേയ്, നിനക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ എന്ന് ആ സ്ഥാപനോട് ചോദിക്കുന്നു. നിന്നെ പോലുള്ളവരാണ് മുകളിൽ കയറുന്നതെന്ന് ഞാൻ ഊഹിക്കുന്നു. ഞാൻ നിന്റെ കൂടെ ഉണ്ടായിരുന്നെങ്കിൽ പരസ്പരം ശക്തരാവാൻ ഞങ്ങൾക്ക് സഹായിക്കാൻ സാധിച്ചേനെ എന്ന് മനസ്സിൽ ചിന്തിക്കുകയാണ് ലാൻഡ്രോസ്. ഇത് കണ്ട് ഫാൻസിലും നോയലൊക്കെ അവനെ തന്നെ നോക്കുന്നു. ഡേയ്, നീ എന്തീ കാണിക്കുന്നേ? ഉറങ്ങിയോടാ? നിനക്കെന്തോ പറ്റിയെന്ന് ഞാൻ വിചാരിച്ചു. പക്ഷെ ഇപ്പോഴും നീ ആ പഴയ നീ തന്നെ. സോ ആസ്തക്കുണ്ടായിരുന്ന ആ ഒരു ചിറക് അവിടെ നിന്നും അപ്രത്യക്ഷമാവുന്നു. എനിക്കിതെന്ത് പറ്റി? ആ കറുത്ത സാധനം എന്തായിരുന്നു? എന്റെ സ്വപ്നത്തിൽ ഞാൻ എന്തോ ഫൈറ്റ് ചെയ്തതുപോലെ എനിക്ക് തോന്നുന്നു. പക്ഷേ എന്തോ നിഗൂഢമായിട്ടുള്ള ഒരു ശക്തി എന്റെ ഉള്ളിലുള്ളത് പോലെ എനിക്ക് തോന്നുന്നു. അത് ശരിക്കും വളരെയധികം ഇൻട്രസ്റ്റിംഗ് ആ. ഒരു പക്ഷേ മറ്റുള്ളവർ മാജിക് ഉപയോഗിക്കുമ്പോ അവർക്കും ഇങ്ങനെയായിരിക്കും എന്നവൻ ചിന്തിക്കുന്ന സമയത്താണ് അവന്റെ ശരീരം മുഴുവനായിട്ടും വേദനിക്കുന്ന പോലെ അവന് തോന്നുന്നത്. അയ്യോ, ഞാനിപ്പോ ചാവേ, ആരെങ്കിലും എന്നെ ഒന്ന് രക്ഷിക്കുക, ഇവിടെ ആരുമില്ലേ? ഹേയ് ഡേയ്, നിങ്ങളെന്തോ ഉറങ്ങുവാണോ? എഴുന്നേക്ക്, റിക്കവറി മാജിക് ഉപയോഗിച്ച് എന്നെ ഒന്ന് സഹായിക്ക്. ഡേയ്, ഞാൻ പറയുന്നത് കേൾക്കുന്നില്ലേ? നിനക്ക് ജീവനുണ്ടോ എന്ന് പറഞ്ഞ ആസ്ത അവരെ 2 പേരെയും വിളിച്ചുകൊണ്ടിരിക്കുന്നു. അപ്പോഴാണ് അവർ ചെറുതായിട്ട് അനങ്ങുന്നത്. ഓ, ചത്തിട്ടില്ലല്ലേ? ഇനി ഞാൻ എന്ത് ചെയ്യും? ആരെങ്കിലും എന്നെ ഒന്ന് സഹായിക്കുക. നിങ്ങളെല്ലാവരെയും ഇനി ഞാൻ എങ്ങനെ ഇവിടെ നിന്നും കൊണ്ടുപോകും? അതിന്റെ ആവശ്യമില്ല. ഹേയ്, നിങ്ങളോ? ഞങ്ങൾ ഐ ഓഫ് ദ മിഡ്നൈറ്റ് സണ്ണിനെയും ഡയമണ്ട് കിങ്ഡത്തെയും തോൽപ്പിച്ചു. നിങ്ങൾ എന്റെ കൈ ശരിയാക്കിയതിന് പകരമായി ഞാൻ അത് ചെയ്തിരിക്കുന്നു. ശരിയാ, എനിക്കിതിൽ പങ്കെടുക്കേണ്ട ആവശ്യം പോലും വന്നില്ല. കുറച്ചുകൂടി പെട്ടെന്ന് തീർക്കുമെന്ന് ഞാൻ പ്രതീക്ഷിച്ചു. പക്ഷെ നീ നന്നായി ചെയ്തു. താങ്ക്സ്. ഞാനൊരു കാര്യം ചോദിക്കട്ടെ? ഒന്നും വിചാരിക്കല്ലേ. ഇവിടെയുള്ള എല്ലാവരെയും ഹീൽ ചെയ്യാൻ നിങ്ങളെ കൊണ്ട് സാധിക്കുമോ? ശരി, പക്ഷെ അതിന്റെ ആവശ്യം വരുമെന്ന് എനിക്ക് തോന്നുന്നില്ല എന്ന് പറഞ്ഞ രാജ്ഞി ഒരുപാട് ബ്ലഡ് അങ്ങോട്ട് കൊണ്ടുവരുന്നു. ബ്ലഡ് ക്രിയേഷൻ മാജിക്, ഫ്രഷ് ബ്ലഡ് എക്സിക്യൂഷൻ ഗ്രൗണ്ട് എന്ന് പറഞ്ഞ അവരെ എല്ലാവരെയും ഒരു തൂണിൽ കെട്ടിയിടുന്നു. ഇതുപോലെ ഒരു അത്ഭുതകരമായിട്ടുള്ള മാജിക് പവർ. ഹേയ്, നിങ്ങൾ എന്തീ ചെയ്യുന്ന? യെസ്, ബ്ലഡ് കൺട്രോൾ ചെയ്യുന്നതാണ് എന്റെ മാജിക്. ഞാൻ നിന്നിൽ ആ സ്പെല്ല് ഉപയോഗിച്ചത് മുതൽ എനിക്ക് ഇഷ്ടമുള്ളതുപോലെ നിന്റെ ബ്ലഡ് കൺട്രോൾ ചെയ്യാൻ എന്നെ കൊണ്ട് സാധിക്കും. ഐ ആം ദ ക്യൂൻ ഹിയർ. നിങ്ങളെ പോലെയുള്ളവർക്ക് ഒരാഗ്രഹം നൽകുന്നതിൽ ഞാൻ എന്തിനാ ഇത്രയും ബുദ്ധിമുട്ടുന്നത്? നീ ഇപ്പോ എന്റെ കൺട്രോളിലാണ്. ബ്ലഡ് മാജിക്, പപ്പറ്റ്സ് ബ്ലഡ്. സോ ആസ്തയുടെ ബ്ലഡ് ഉപയോഗിച്ച് അവനെ കൺട്രോൾ ചെയ്യാണ് ലേഡി. ബ്ലഡ് റിക്കവറി മാജിക്, കേഴ്സ് ബ്രേക്കിംഗ് ബ്ലഡ് ഫിൽഡ് കൊക്കോൺ എന്ന് പറഞ്ഞ രാജ്ഞി ആസ്തയെ മുഴുവനായിട്ട് റിക്കവർ ചെയ്യുന്നു. എന്റെ കൂടെ നിന്നാൽ നിനക്ക് ഇഷ്ടമുള്ളതെല്ലാം നശിപ്പിക്കാം. ഇവരിതെന്താ ഈ ചെയ്യുന്നേ? ഇത് സ്പിരിറ്റ് മാജിക്കിനേക്കാൾ വളരെയധികം പവർഫുള്ളാ. അപ്പോ ഇതാണോ ശരിക്കുള്ള മന്ത്രവാദികളുടെ രാജ്ഞി? ഒരു പക്ഷേ ഈ ആന്റി മാജിക് സോഡ് കൺട്രോൾ ചെയ്യാൻ എന്നെ കൊണ്ട് പറ്റില്ലായിരിക്കും.
പക്ഷേ അതിന് പറ്റുന്ന ഒരാളെ കൺട്രോൾ ചെയ്യാൻ എന്നെ കൊണ്ട് സാധിക്കും. നീ അതെങ്ങനെയാണ് ഉപയോഗിക്കുന്നതെന്ന് ഞാൻ കണ്ടു. ഇനി നിന്റെ ജീവിതകാലം മുഴുവൻ എനിക്ക് വേണ്ടി നീ അത് ഉപയോഗിക്കണം എന്ന് പറഞ്ഞ് രാജ്ഞി അവനെ കൺട്രോൾ ചെയ്യുന്നു. ഇല്ല, എന്താ ഇവിടെ നടക്കുന്നേ? അപ്പൊ ഇത്രയും കാലം ക്യൂൻ ആന്റി മാജിക് സോഡിന് പുറകെ ആയിരുന്നോ? ഹേയ് പപ്പറ്റ്, നിന്റെ ആദ്യത്തെ ജോലി ഞാൻ നിനക്ക് പറഞ്ഞു തരാം. നിന്റെ മുമ്പിൽ നിൽക്കുന്ന എല്ലാത്തിനെയും നിന്റെ കൈ കൊണ്ട് നീ കൊല്ലണം. ഒരുത്തനെ പോലും ജീവനോടെ പുറത്തു പോവാൻ നീ അനുവദിക്കരുത്.